ശ്രദ്ധേയമായ സാമൂഹിക വികസനത്തിന് പേരുകേട്ട സംസ്ഥാനമായ കേരളം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, കൃഷി, വീട്ടുജോലികൾ തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളുടെ നട്ടെല്ലാണ്. ഈ തൊഴിലാളികൾ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാനും ദൈനംദിന ജീവിതത്തിൽ ഗണ്യമായ സംഭാവന നൽകാനും സഹായിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കാൻ കേരളം തീരുമാനിച്ചാൽ എന്തു ചെയ്യും? ഈ വീഡിയോയിൽ അത്തരമൊരു തീരുമാനത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ പരിവേഷണം ചെയ്യുന്നു. കേരളത്തിലെ തൊഴിൽ ശക്തിയുടെ നിർണായക ഭാഗമാണ് കുടിയേറ്റ തൊഴിലാളികൾ. പ്രാദേശിക ജനങ്ങൾ എല്ലായ്പ്പോഴും കൈത്തൊഴിലുകളുടെയും കുറഞ്ഞ വേതനത്തിൻ്റെയും ആവശ്യം നിറവേറ്റാത്തതിനാൽ സംസ്ഥാനം വളരെ കാലമായി ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ചിരിക്കുന്നു. നിർമ്മാണം, പാചകം, കൃഷി, വീട്ടുജോലികൾ എന്നിവയെല്ലാം കുടിയേറ്റ തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്ന മേഖലകളാണ്. ഈ തൊഴിലാളികൾ കേരളത്തെ വളരാൻ സഹായിക്കുകയും നഗര ഗ്രാമ മേഖലകൾക്ക് സംഭാവന നൽകുകയും ചെയ്തു. എന്നാൽ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള നിരോധനം എല്ലാം മാറ്റിയേക്കാം. കേരളം ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സാങ്കല്പിക നിരോധനത്തിന്റെ അനന്തരഫലങ്ങൾ വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാമൂഹിക ഘടനയിലും രാഷ്ട്രീയത്തിലും അത് എന്ത് സ്വാധീനം ചെലുത്തും? അത് സാമ്പത്തിക തകർച്ചയിലേക്കോ സാമൂഹിക അസ്വസ്ഥതയിലേക്കോ നയിക്കുമോ? അത്തരമൊരു തീരുമാനത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം തേടുന്നത്. നിരോധനത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളം കുടിയേറ്റ തൊഴിലാളികളെ എത്രമാത്രം ആശ്രയിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. 2 മുതൽ 3 ദശലക്ഷം വരെ കുടിയേറ്റ തൊഴിലാളികൾ കേരളത്തിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ തൊഴിലാളികൾ പ്രധാനമായും ബീഹാർ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കേരളത്തിലുള്ള പ്രാദേശിക തൊഴിലാളികൾ താരതമ്യേന കുറഞ്ഞ വേതനമുള്ളതും ശാരീരിക അധ്വാനം കൂടുതലുള്ളതുമായ ജോലികൾ ചെയ്യാൻ താൽപ്പര്യം കാണിക്കാറില്ല. ആ ഒരു വിടവ് നികത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഉദാഹരണത്തിന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുന്ന നിർമ്മാണ വ്യവസായം കുടിയേറ്റ തൊഴിലാളികളെ വളരെയധികം ആശ്രയിക്കുന്നു. വിളകൾ വിളവെടുക്കുന്നതിനോ മറ്റ് അധ്വാനിക്കുന്ന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനോ കുടിയേറ്റ തൊഴിലാളികളെ പലപ്പോഴും നിയമിക്കുന്ന കാർഷിക മേഖലയിലും ഇത് ബാധകമാണ്. ഹോട്ടലുകൾ മുതൽ റെസ്റ്റോറൻറ്റുകൾ വരെയുള്ള ഹോസ്പിറ്റാലിറ്റി വ്യവസായവും വീട്ടുജോലിക്കാർ, പാചകക്കാർ, വെയിറ്റ് സ്റ്റാഫ് എന്നീ നിലകളിൽ ജോലി ചെയ്യാൻ കുടിയേറ്റക്കാരെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളം കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നത്? സംസ്ഥാനത്തിന്റെ പ്രാദേശിക തൊഴിൽ ശക്തി അൺസ്കിൽഡ് തൊഴിലാളികളുടെ ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമല്ല. മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിലാണെങ്കിലും ഇത് എല്ലായ്പ്പോഴും ശാരീരിക അധ്വാനം ചെയ്യാൻ തയ്യാറുള്ള തൊഴിലാളികളുടെ സമൃദ്ധിയിലേക്ക് വിവർത്തനം ചെയ്യുന്നില്ല. കൂടാതെ പ്രാദേശിക തൊഴിലാളികൾ ഉയർന്ന നൈപുണ്യ ആവശ്യകതകളുള്ളതോ സേവന മേഖലയിലുള്ളതോ ആയ ജോലികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് കുടിയേറ്റക്കാർക്ക് കുറഞ്ഞ വേതനമുള്ള മാനുവൽ ലേബർ സ്ഥാനങ്ങൾ തുറക്കുന്നു. കൂടാതെ കുടിയേറ്റ തൊഴിലാളികൾ പലപ്പോഴും പ്രാദേശിക തൊഴിലാളികളെക്കാൾ കുറഞ്ഞ വേതനം സ്വീകരിക്കാൻ തയ്യാറാണ്. ഇത് ചെലവ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലുടമകൾക്ക് അവരെ കൂടുതൽ ആകർഷകമാക്കുന്നു. കുടിയേറ്റ തൊഴിലാളികളില്ലെങ്കിൽ കേരളം ഗുരുതരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഈ തൊഴിലാളികളെ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾ മന്ദഗതിയിലാകുകയും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതിന്റെ ആഘാതം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള നിരോധനം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ കൂടുതൽ വിശദമായി ബാധിക്കും? കുടിയേറ്റ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിരോധിക്കുന്നതിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ഫലം പ്രധാന വ്യവസായങ്ങളിലെ ഗണ്യമായ തൊഴിൽക്ഷാമമായിരിക്കും. ധാരാളം കുടിയേറ്റ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിർമ്മാണം, കൃഷി, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകൾ തടസ്സങ്ങൾ അനുഭവിക്കും. പാർപ്പിട, വാണിജ്യ നിർമ്മാണ പദ്ധതികൾ മന്ദഗതിയിലാകുകയോ നിർത്തിവെക്കുകയോ ചെയ്യും. പ്രാദേശിക തൊഴിലാളികൾ കുറവായതിനാൽ കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ആവശ്യവും ബാധിക്കും. കാർഷിക ഉൽപ്പാദനം കുറയുകയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന വിലയ്ക്ക് കാരണമാവുകയും ചെയ്യും. തൊഴിലാളികളുടെ കുറവ് നിർമ്മാണത്തെയും കൃഷിയെയും തടസ്സപ്പെടുത്തുക മാത്രമല്ല, മറ്റു മേഖലകളെയും ബാധിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കേരളത്തിലെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസം മേഖലയുടെ കേന്ദ്രമായ ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തെ ഇത് സാരമായി ബാധിക്കും. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവ അവരുടെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്നു. ഈ തൊഴിലാളികളെ നിരോധിച്ചാൽ ഈ സ്ഥാപനങ്ങളിലെ സേവന നിലവാരം കുറയാൻ സാധ്യതയുണ്ട്. ഇത് വിനോദസഞ്ചാരികൾക്കിടയിൽ അസംതൃപ്തിക്കും ടൂറിസം വരുമാനത്തിൽ ഇടിവിനും കാരണമാകും. തൊഴിലാളികളുടെ ആവശ്യം വിതരണത്തേക്കാൾ കൂടുതലായതിനാൽ പ്രാദേശിക തൊഴിലാളികളുടെ വേതനം വർദ്ധിക്കും. ഉപരിതലത്തിൽ ഇത് പ്രാദേശിക തൊഴിലാളികൾക്ക് ഒരു നല്ല ഫലമായി തോന്നിയേക്കാം. എന്നാൽ വർദ്ധിച്ച വേതനം വലിയ ചിലവായി മാറും. തൊഴിലുടമകൾക്ക് ജോലിക്കായി കൂടുതൽ പണം നൽകേണ്ടി വരും.
ഇത് പ്രവർത്തന ചെലവ് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉയർന്ന വിലയുടെ രൂപത്തിൽ ഈ അധിക ചെലവുകൾ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സാധ്യതയുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ സാധാരണയായി നൽകുന്ന വില കുറഞ്ഞ സേവനങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുള്ളതിനാൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കും. തൊഴിൽ ചെലവ് വർദ്ധിക്കുന്നത് ബിസിനസ്സുകളെയും ബാധിക്കും. പല ചെറുകിട ബിസിനസ്സുകളും, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി, നിർമ്മാണ മേഖലയിലെ ബിസിനസ്സുകൾ കുറഞ്ഞ ലാഭവിഹിതത്തിലാണ് പ്രവർത്തിക്കുന്നത്. താങ്ങാനാവുന്ന തൊഴിലാളികളില്ലെങ്കിൽ ഈ ബിസിനസ്സുകൾ വില ഉയർത്താനോ അവരുടെ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ നിർബന്ധിതരാക്കും. ചില ബിസിനസ്സുകൾ തൊഴിൽ ചെലവ് കുറവുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചേക്കാം. ഈ സ്ഥലം മാറ്റം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. കാരണം ഇത് സംസ്ഥാനത്തിന് തൊഴിലവസരങ്ങളും വരുമാനവും നഷ്ടപ്പെടുത്തും. കുടിയേറ്റ തൊഴിൽ നിരോധനത്തിന്റെ വിശാലമായ സാമ്പത്തിക ആഘാതം കേരളത്തിന്റെ സംസ്ഥാന വരുമാനത്തെയും ബാധിക്കും. പാർപ്പിടം, ഭക്ഷണം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുന്നതിലൂടെ കുടിയേറ്റ തൊഴിലാളികൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. അവർ നികുതി അടയ്ക്കുകയും സംസ്ഥാനത്തിന്റെ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. കുടിയേറ്റ തൊഴിലാളികളെ നിരോധിച്ചാൽ ഈ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഉറവിടം കുറയുകയും ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറയാൻ ഇടയാക്കുകയും ചെയ്യും. വിഭവങ്ങൾ കുറവായതിനാൽ പ്രാദേശിക നിവാസികളെയും ബിസിനസ്സുകളെയും ഒരുപോലെ ബാധിക്കുന്ന പൊതുസേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിലനിർത്താൻ സർക്കാർ പാടുപെടും. കുടിയേറ്റ തൊഴിലാളികളെ നിരോധിക്കുന്നതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ നിർണായകമായിരിക്കും. സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയുടെ ഭാഗമായി തീർന്ന താരതമ്യേന ധാരാളം കുടിയേറ്റ തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. ഈ തൊഴിലാളികളിൽ പലരും വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിനും വീടുകൾ നിർമ്മിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനും പണം അയക്കുന്നു. ചില നഗരപ്രദേശങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾ ജനസംഖ്യയുടെ ഗണ്യമായ ഭാഗമാണ്. അവർ പോകുകയോ വരുന്നതിൽ നിന്ന് വിലക്കപ്പെടുകയോ ചെയ്താൽ ഈ പ്രദേശങ്ങളുടെ സാമൂഹിക ചലനാത്മകത നാടകീയമായി മാറും. കുടിയേറ്റ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ മാറ്റമായിരിക്കും ആദ്യ പ്രത്യാഘാതങ്ങളിലൊന്ന്. തൊഴിലാളികൾ കുറവായതിനാൽ ഒരിക്കൽ കുടിയേറ്റ തൊഴിലാളികൾ വഹിച്ചിരുന്ന ജോലികൾ നികത്താൻ പ്രദേശവാസികൾ നിർബന്ധിതരാകും. എന്നാൽ പല പ്രദേശവാസികളും ഈ കുറഞ്ഞ വേതനവും തൊഴിൽ ആവശ്യമുള്ളതുമായ ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കില്ല. ഇത് ശുചീകരണം, നിർമ്മാണം, കൃഷി തുടങ്ങിയ അവശ്യ സേവനങ്ങളിൽ തൊഴിലാളികളുടെ കുറവിന് കാരണമാകും. ഈ സേവനങ്ങൾ കൂടുതൽ ചെലവേറിയതായി തീരുകയും പല പ്രദേശവാസികൾക്കും അവ താങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. സാമൂഹിക സേവനങ്ങൾക്കുള്ള സമ്മർദ്ദവും ഗണ്യമായിരിക്കും. സംസ്ഥാനത്തെ ഉയർന്ന ജനസാന്ദ്രതയും പ്രായമായവരുടെ ജനസംഖ്യയും കാരണം കേരളത്തിലെ ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്നിവ ഇതിനകം തന്നെ സമ്മർദ്ദത്തിലാണ്. കുടിയേറ്റ തൊഴിലാളികളെ നിരോധിച്ചാൽ പ്രാദേശിക തൊഴിലാളികൾ അവശേഷിക്കുന്ന വിടവുകൾ നികത്തേണ്ടതിനാൽ പൊതുസേവനങ്ങളുടെ ആവശ്യം വർദ്ധിക്കും. ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമായ സേവനങ്ങളുടെ ഗുണനിലവാരം കുറയാൻ ഇടയാക്കും. കാരണം വർദ്ധിച്ച ഭാരം കൈകാര്യം ചെയ്യാൻ സർക്കാർ വിഭവങ്ങൾ വഴിതിരിച്ചുവിടേണ്ടതുണ്ട്. സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധവും വഷളായേക്കാം. കുടിയേറ്റ തൊഴിലാളികളോട് സഹിഷ്ണുത പുലർത്തുന്ന ഒരു പുരോഗമന സംസ്ഥാനമായാണ് കേരളത്തെ പൊതുവെ കാണുന്നതെങ്കിലും തൊഴിലിനായുള്ള പെട്ടെന്നുള്ള മത്സരം പിരിമുറുക്കം സൃഷ്ടിക്കും. പരിമിതമായ വിഭവങ്ങൾക്കായുള്ള മത്സരമായി കാണുകയും കുടിയേറ്റക്കാരുടെ സാന്നിധ്യത്തിൽ പ്രാദേശിക തൊഴിലാളികൾ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തേക്കാം. ഇത് സാമൂഹിക അസ്വസ്ഥതയിലേക്ക് നയിച്ചേക്കാം. കാരണം പ്രദേശവാസികൾ തങ്ങൾക്ക് ജോലി സംവരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. ഇത് കുടിയേറ്റ സമൂഹങ്ങളെ കൂടുതൽ അന്യവൽക്കരിക്കുന്നു. അതേസമയം കേരളത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത കുടിയേറ്റക്കാർക്ക് കുടിയൊഴിക്കപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമാണെന്ന് തോന്നിയേക്കാം. ഇത് അരക്ഷിതാവസ്ഥയുടെയും ശത്രുതയുടെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. കുടിയേറ്റ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിരോധിക്കുന്നത് ആഴത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും. പ്രാദേശിക ബിസിനസ്സുകാരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും. വർദ്ധിച്ചു വരുന്ന തൊഴിൽ ചെലവിൽ ബിസിനസ് ഉടമകൾ അസന്തുഷ്ടരാകുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. നിരോധനം പിൻവലിക്കാനോ കുടിയേറ്റ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന ബദലുകൾ അവതരിപ്പിക്കാനോ അവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് കുടിയേറ്റ തൊഴിലാളികളും അവരുടെ അഭിഭാഷകരും കേരളത്തിൽ ജോലി ചെയ്യാനുള്ള അവകാശം ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ദേശീയ വേദിയിലേക്കും വ്യാപിക്കും. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിനകത്ത് തൊഴിലാളികളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പു നൽകുന്നു. കുടിയേറ്റ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിരോധിക്കുന്നത് ഈ തത്വത്തെ ലംഘിക്കും. കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടേക്കാം. ഇത് ഭരണഘടനാപരമായ വെല്ലുവിളിയിലേക്ക് നയിച്ചേക്കാം. ഇത് കുടിയേറ്റ നയങ്ങൾ, തൊഴിൽ അവകാശങ്ങൾ, തൊഴിൽ വിപണികളെ നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടത്തിന്റെ പങ്ക് എന്നിവയെക്കുറിച്ച് ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമാകും. നിരോധനത്തോടുള്ള രാഷ്ട്രീയ പ്രതികരണം രൂപപ്പെടുത്തുന്നതിലും പൊതുജനാഭിപ്രായം നിർണായക പങ്കുവഹിക്കും. തങ്ങളുടെ ജോലി സംരക്ഷിക്കുന്നതിനും വിഭവങ്ങൾക്കായുള്ള മത്സരം കുറയ്ക്കുന്നതിനുമുള്ള ഒരു മാർഗമായി കണ്ടുകൊണ്ട് ചില പ്രദേശവാസികൾ നിരോധനത്തെ പിന്തുണച്ചേക്കാം. എന്നാൽ നിരോധനം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക ഘടനയ്ക്കും ഹാനികരമാണെന്ന് മറ്റുള്ളവർ കരുതിയേക്കാം.
നിരോധനത്തെക്കുറിച്ചുള്ള ചർച്ച രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിക്കുകയും പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും നയിക്കുകയും ചെയ്യും. കുടിയേറ്റ തൊഴിലാളികളെ നിരോധിക്കുന്നതിനു പകരം പുറത്തുള്ള തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് കേരളത്തിന് മറ്റു നടപടികൾ സ്വീകരിക്കാം. പ്രാദേശിക തൊഴിൽ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സാധ്യമായ ഒരു പരിഹാരം. വിദ്യാഭ്യാസത്തിലും തൊഴിൽ പരിശീലനത്തിലും നിക്ഷേപം നടത്തുന്നതിലൂടെ കുടിയേറ്റ തൊഴിലാളികൾ അവശേഷിപ്പിക്കുന്ന തൊഴിൽ വിടവുകൾ നികത്താൻ ആവശ്യമായ കഴിവുകൾ നിവാസികളെ സജ്ജമാക്കാൻ കേരളത്തിന് കഴിയും. പ്രാദേശിക തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നൽകുന്നതിനൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ കുടിയേറ്റ തൊഴിലാളികളുടെ ആവശ്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും. കുടിയേറ്റ തൊഴിലാളികളെ നിരോധിക്കുന്നതിനു പകരം നിയന്ത്രിക്കുക എന്നതാണ് മറ്റൊരു സമീപനം. കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവർക്ക് ന്യായമായ വേതനവും തൊഴിൽ സാഹചര്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കാൻ കേരളത്തിന് കഴിയും. ഇത് ചൂഷണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുകയും കുടിയേറ്റ തൊഴിലാളികൾ സംസ്ഥാനത്തിന് നൽകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് അന്തസ്സോടെ പെരുമാറുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. അവസാനമായി അവിദഗ്ധ തൊഴിൽ നിയമനത്തെ നിയന്ത്രിക്കുന്നതിനൊപ്പം വിദഗ്ധ തൊഴിൽ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. കുറഞ്ഞ വേതനവും അവിദഗ്ധവുമായ തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിറയ്ക്കാതെ ബാഹ്യ തൊഴിലാളികളിൽ നിന്ന് തുടർന്നും പ്രയോജനം നേടാൻ ഇത് സംസ്ഥാനത്തെ അനുവദിക്കും. സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള തൊഴിലാളികൾക്ക് കഴിയും. അതേസമയം കുറഞ്ഞ വേതന ജോലികൾക്കുള്ള മത്സരം കുറയ്ക്കും. ചുരുക്കത്തിൽ കേരളത്തിൽ കുടിയേറ്റ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത് നിരോധിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തൊഴിൽ ക്ഷാമം, വർദ്ധിച്ച ചെലവ്, ബിസിനസ്സുകളുടെ സ്ഥലം മാറ്റം എന്നിവ മൂലം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സാമൂഹിക സേവനങ്ങൾ വർദ്ധിച്ച സമ്മർദ്ദം നേരിടുകയും സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിമുറുക്കത്തിലാകുകയും ചെയ്യും. രാഷ്ട്രീയമായി ഈ നീക്കം തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും കുടിയേറ്റ നയങ്ങളെക്കുറിച്ചും ചർച്ചകൾക്ക് കാരണമാകുകയും അസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്യും. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള നിരോധനം പ്രാദേശിക തൊഴിൽ മത്സരത്തിനുള്ള പരിഹാരമായി തോന്നുമെങ്കിലും അത് പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ വികസനം, തൊഴിൽ നിയന്ത്രണം തുടങ്ങിയ ബദൽ സമീപനങ്ങൾ കേരളത്തിന്റെ ഭാവിക്ക് കൂടുതൽ സുസ്ഥിരമായ പരിഹാരങ്ങളായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.